പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു മാഗസീനുകളാണ്. ഒരേ ഒരു മാഗസീനേ ഉള്ളൂ, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെന്ന് പറയുന്നത് മാഗസീൻ്റെ പേര് ജീവൻ്റെ വചനം എന്നാണ് മാഗസീൻ്റെ പേര്. ഇത് അതിൻ്റെ അടിക്കുറിപ്പായിട്ട് ഒരു ക്രൈസ്റ്റ് ഭവൻ പ്രസിദ്ധീകരണം എഴുതിയിരിക്കുന്നു. മാർച്ച് ഏപ്രിലൊക്കെയാണ് 2025 മാർച്ച് ഏപ്രിലൊക്കെയാണിത്. അതിനകത്ത് കവർ സ്റ്റോറിക്ക് പകരം ഒരു ഒരു ബൈബിൾ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വായിക്കാം. ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ 16:32. അപ്പോൾ ഇതാണ് മാഗസീൻ ജീവൻ്റെ വചനം, ഒരു ക്രൈസ്റ്റ് ഭവൻ പ്രസിദ്ധീകരണം. അപ്പോൾ ക്രൈസ്റ്റ് ഭവൻ എന്ന് പറയുന്നത് ഒരു എനിക്കറിയില്ല അതെന്താ സംഭവം. ക്രൈസ്റ്റ് ഭവൻ എന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രം ആയിരിക്കാൻ സാധ്യതയുണ്ട്, ധ്യാന കേന്ദ്രം. അപ്പോൾ ഈ മാഗസീൻ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഞങ്ങളുടെ ജംഗ്ഷനിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കുരിശടികളുണ്ട്, നമ്മുടെ പള്ളി വക കുരിശടികളുണ്ടല്ലോ, കപ്പേള എന്നും പറയും. അത് ഞാൻ ഈ അടുത്തൊക്കെയാണ് അതിന് കപ്പേള എന്നും പറയുന്നത് കേട്ടിട്ടുള്ളത്. ഒരു സിനിമ ഇറങ്ങി കപ്പേള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുരിശടികൾ, ഞങ്ങളുടെ നാട്ടിൽ കുരിശടികൾ എന്നാണ് പറയുന്നത്. കുരിശടി നിങ്ങളെല്ലാവരും ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കുരിശടികൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പുള്ളിക്കാരി പ്രാർത്ഥിക്കാനായിട്ട് കയറിയ സമയത്ത് കുരിശടിയിൽ ഈ ജീവൻ്റെ വചനം എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ മാസിക ഒരുപാട് എണ്ണം കൊണ്ട് ആരോ അടുക്കി അവിടെ വെച്ചിരിക്കുന്നു. അതായത് 10, 20, 30 എണ്ണം അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ കയറുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഓരോ കോപ്പി വീതം എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ അവർ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ഇത് കണ്ടപ്പം ഇത് എടുത്തതാണ്. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇതിപ്പോൾ ക്രൈസ്റ്റ് ഭവൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ധ്യാന കേന്ദ്രമായിരിക്കാം. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരിറക്കുന്ന മാസിക ബൾക്കായിട്ട് വാങ്ങിച്ച്, അതായത് 10, 20, 30, 50 അങ്ങനെയൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ച് വിതരണം ചെയ്യാമെന്നൊക്കെ ഒരു നേർച്ച ആൾക്കാർ നേർച്ച, അതായത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര മാസിക വാങ്ങി അതായത് നമ്മൾ ഈ പൈസയായിട്ട് കൊടുക്കുന്നതിന് പകരം ഇവർ പ്രസിദ്ധീകരിക്കുന്ന മാസിക ബൾക്കായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ വിതരണം ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ പള്ളികളിലൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ അതത് പള്ളികളിലായിട്ട് ബന്ധപ്പെട്ട മാസികകൾ ഇതുപോലെ വാങ്ങി വിതരണം ചെയ്യാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഈ ഓരോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ ഈ മാസികകൾ, ഓരോരോ മാസിക, ഇന്ന മാസിക ഞാൻ വാങ്ങി എല്ലാവർക്കും. അപ്പോൾ ദൈവവചനം ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ആരോ ഇതുപോലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ ബൾക്കായിട്ട് വാങ്ങിച്ച് ഈ കുരിശടിയിൽ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അത് കണ്ടിട്ട് ഒരു കോപ്പി എടുത്തുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി. അത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അവിടെ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ ചാനലിനൊരു കണ്ടൻറ്റ് മാസികയാണല്ലോ, മാഗസീൻ ഹോൾ നടത്താം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് മാഗസീൻ ഹോൾ നടത്തുകയാണ്. അപ്പം ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ മാസികയാണ്, ആരോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയായിട്ട് ചെയ്തതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം പേജ് കംപ്ലീറ്റ്. ഇത് ക്രിസ്ത്യൻ മാസികയാണല്ലോ. അപ്പോൾ യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയും പിന്നെ അച്ഛന്മാർ എഴുതുന്ന ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ആർട്ടിക്കിളുടെ പേരുകൾ മാത്രം വായിക്കാം. എല്ലാം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളായിരിക്കും. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും എഴുതുന്നത് റവറൻഡ് ഫാദർ കുര്യൻ കുന്നുംപുറം MST. നീ ക്ഷമിച്ചാൽ നിന്നോട് ക്ഷമിക്കുന്ന ദൈവം എഴുതുന്നത് ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ VC. ഞാൻ ഏകനല്ല, കാരണം പിതാവ്, അത് എഴുതുന്നത് ബ്രദർ ജെയിംസ് കള്ളിയാട്ടിൽ. അടുത്തത് മാതൃകയായ തിരുകുടുംബം, അത് എഴുതുന്നത് ഫാദർ വർഗീസ് കൂട്ടുങ്കൽ SDB. ക്രിസ്തുവിൻ്റെ ഉദ്ധാനവും എഴുതുന്നത് റവറൻഡ് ഡോക്ടർ ജോർജ് താവരത്തിൽ. അടുത്തത് പൊട്ടക്കിണറിൻ്റെ മുമ്പിൽ പൊട്ടിത്തകരരുത്, അത് എഴുതുന്നത് ബ്രദർ കുര്യൻ മാളിയേക്കൽ. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ, അത് എഴുതുന്നത് സിസ്റ്റർ ജിഫ്റ്റി മരിയ SMC. നീ എവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെടണം, എഴുതുന്നത് സിസ്റ്റർ ലൈമി ആഗ്നസ് SMC. ലോകം മുഴുവൻ നേടിയാലും, അത് എഴുതുന്നത് സിംല. നമ്മൾ ദൈവത്തിൻ്റെ വീടും വയലും, എഴുതുന്നത് ബ്രദർ ബാബു വർഗീസ്. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് കാത്തലിക്സ് റിലീജിയൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട മാസികയാണ്. എഴുതുന്നെല്ലാം ഫാദർ, അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് മാസിക ജീവൻ്റെ വചനം, ഒരു ക്രൈസ്റ്റ് ഭവൻ പ്രസിദ്ധീകരണം. അപ്പം മാർച്ച് ഏപ്രിൽ 2025 മാർച്ച് ഏപ്രിലൊക്കെയാണ്. അപ്പോൾ ആരോ ഇത് ബൾക്കായിട്ട് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് വിതരണം ചെയ്തതാണ്. അപ്പോൾ അതിലൊരു കോപ്പി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിത് ഹോൾ ചെയ്യണം. ഈ മാസികയാണ് ഞാൻ ഹോൾ ചെയ്യാൻ വന്നത്. അപ്പോൾ എല്ലാം ആത്മീയമായ കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലൊരു കണ്ടൻറ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹോൾ ചെയ്തതാണ്. ജീവൻ്റെ വചനം. അപ്പോൾ ഈ മാസികയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.